അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ സഫർ മാസത്തിലെ ഇസ്ലാമിക് പ്ലാനറാണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോടൊരു സോറി പറയുകയാണ്. കാരണം ഈ വീഡിയോ ചെയ്യാൻ ഇത്രയും ഡിലേ ആക്കിയതിന്. എനിക്ക് പേഴ്സണലായിട്ടും കമൻറ്റ് ബോക്സിലൊക്കെ കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു സഫർ മാസത്തിലെ ഇസ്ലാമിക് പ്ലാനറിൻ്റെ വീഡിയോ. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. കാര്യം വേറൊന്നുമില്ല, ചെറിയൊരു മടിയായിരുന്നു. നമ്മളിപ്പോൾ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ ദിവസമായല്ലോ. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നമില്ല. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വീഡിയോ ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്. എനിക്കാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ഇസ്ലാമിക് പ്ലാനർ ഉണ്ടാക്കിയിട്ട് കുറേ ആൾക്കാർക്ക് ലൈഫിൽ നല്ല മാറ്റങ്ങളുണ്ട്, ഇബാദത്തൊക്കെ ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റുന്നുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലാനറിലേക്ക് തിരിച്ചു വരാം. ആദ്യം തന്നെ സഫർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഈ മാസത്തെ കലണ്ടറാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട നെഹ്സ് ദിനങ്ങളാണ് മാർക്ക് ചെയ്ത് വെക്കുന്നത്. അത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഏതൊക്കെ ദിവസങ്ങളാണെന്നുള്ളത്. നെഹ്സ് ദിനങ്ങൾ എന്ന് പറയുന്നത് ഒരു മാസത്തിൽ നല്ല ദിവസങ്ങളും ഉണ്ടാവും, മോശം ദിവസങ്ങളും ഉണ്ടാവും. ആ മോശം ദിവസങ്ങളെ പറയുന്ന പേരാണ് നെഹ്സ് ദിനങ്ങളെന്ന്. ഒരു മാസത്തിൽ 10 ദിവസങ്ങളാണ് നെഹ്സ് ദിനങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത്. ആ ദിവസങ്ങളിൽ നമ്മൾ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാതിരിക്കുക. അതായത് വല്ല ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളിപ്പോൾ വല്ല ഗൾഫിലേക്ക് പോകാനോ അങ്ങനെയൊക്കെ തീരുമാനിക്കില്ലേ, അതുമല്ലെങ്കിൽ കല്യാണം, വീട് താമസം, എൻഗേജ്മെൻറ്റ്, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്കൊന്നും ഈ പറഞ്ഞ ദിവസങ്ങളിൽ ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ദിവസങ്ങളാണ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ 10 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 2 ദിവസങ്ങളാണ് സഫർ 10ഉം 25ഉം. ഇതിൽ സഫർ 25 നല്ലോണം ശ്രദ്ധിക്കണം. അന്നാണ് സഫറിലെ അവസാനത്തെ ബുധനാഴ്ച. അന്നത്തെ ദിവസം ഭൂമിയിലേക്ക് ഒരുപാട് ദോഷങ്ങൾ ഇറങ്ങുന്നൊരു ദിവസമാണ്. അതുകൊണ്ടത് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവരും അന്നത്തെ ദിവസം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഇനി ഇതിൻ്റെ താഴെ നമ്മൾ ഗോൾസാണ് എഴുതി വെക്കാൻ പോകുന്നത്. ഈ സഫർ മാസത്തിൽ നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് അതിലെഴുതി വെക്കേണ്ടത്. ഗോൾസായിട്ട് എഴുതി വെക്കാൻ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ഈ മാസത്തിൽ നമ്മൾ ഒരൊറ്റ വക്കത്ത് നിസ്കാരം പോലും കളയില്ല, കറക്റ്റ് ടൈമിൽ നിസ്കരിക്കും. അതുപോലെ ദിക്റും സ്വലാത്തൊക്കെ മറ്റുള്ള മാസങ്ങളെക്കാളും കൂടുതൽ ഈ മാസം ചൊല്ലും. പിന്നെ ഖുർആൻ പാരായണം ചെയ്യും, ധാരാളം സ്വതക്ക ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഗോൾസായിട്ട് എഴുതി വെക്കാൻ പറ്റും. അടുത്തതായിട്ട് ഇനി കുറച്ച് ഡെക്കറേഷൻ്റെ പരിപാടിയാണ്. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ പ്ലാനർ കുറച്ചൊന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പേജ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് സലാഡ് ട്രാക്കറാണ്. ആദ്യം തന്നെ ഞാനിതുപോലെ കുറച്ച് കോളംസൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് വരയ്ക്കുന്നതിൻ്റെ വീഡിയോസൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. അതുകൊണ്ടാണ്. ഇനി ആദ്യം നമുക്ക് ഹെഡിങ് എഴുതാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു ഡിസൈനൊക്കെ ചെയ്യാം. എന്നിട്ട് ഞാനിതിൽ സലാഡ് ട്രാക്കർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനിതാ ഫസ്റ്റ് കോളത്തിൽ 1 മുതൽ 30 വരെയുള്ള ഡേറ്റ് എഴുതുന്നുണ്ട്. ഇനി അതിൻ്റെ അടുത്ത കോളത്തിൽ ഓരോ നിസ്കാരങ്ങളെ പേരാണ് എഴുതുന്നത്. ഇഷ, സുബ്ഹി, ളുഹർ, അസ്ർ, മഗ്രിബ്. ഇനി അതിൻ്റെ അടുത്ത കോളത്തിൽ സുന്നത്ത് നിസ്കാരങ്ങളാണ് എഴുതിയിട്ടുള്ളത്. തഹജ്ജുദ്, ളുഹ, ഈ 2 നിസ്കാരങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിൽ അടുത്ത കോളത്തിൽ എഴുതുന്നത് ഖളാ വീട്ടാനുള്ള നിസ്കാരങ്ങളാണ്. നമുക്ക് മുമ്പൊക്കെ ഏതെങ്കിലും വർഷങ്ങളിലൊക്കെ നിസ്കാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഖളാ വീട്ടണം. അപ്പോൾ
നമ്മളിപ്പോൾ അദാ ആയി നിസ്കരിക്കുന്നതിൻ്റെ കൂടെ ഖളാ ഉള്ളതും കൂടിയിട്ട് നിസ്കരിക്കുക. എന്നിട്ട് അതിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ പ്ലാനറിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എഴുതുന്നത്. നമ്മൾ ഓൺ ടൈമിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യുക. ഏതെങ്കിലും നിസ്കാരം ഖളാ ആയിട്ടാണ് നിസ്കരിച്ചിട്ടുള്ളതെങ്കിൽ ഒരു സ്ലാഷ് മാർക്ക് ചെയ്യുക. ഇനി നമുക്കൊരു നിസ്കാരം നഷ്ടപ്പെട്ടു, നമ്മളത് ഖളാ വീട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലൊരു ക്രോസ് മാർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ പീരിയഡ്സിൻ്റെ ടൈം ആണെങ്കിലൊരു ഡോട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ പ്ലാനറിൽ മാർക്ക് ചെയ്യാനുള്ള സിമ്പിൾസ്. ഇതിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സിമ്പിൾസോ അല്ലെങ്കിൽ കളേഴ്സോ ഒക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ സെക്കൻഡ് പേജും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിനി ഖുർആൻ ട്രാക്കറാണ് റെഡിയാക്കുന്നത്. അതായത് ഖുർആൻ റീഡിംഗ് എന്നാണ് നമ്മളിതിന് ഹെഡിങ് കൊടുക്കുന്നത്. ഈ ഒരു പേജിൽ നമ്മൾ ഖുർആൻ ഓതിയതിൻ്റെ കാര്യങ്ങളാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഓരോ നിസ്കാരശേഷം ഓതേണ്ട സൂറത്തുകൾ എഴുതി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കോളംസ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോ നിസ്കാരശേഷം ഓതേണ്ട സൂറത്തുകൾ എഴുതി വെക്കാം. ഇശാ നിസ്കാരശേഷം സൂറത്തുൽ മുൽക്കാണ് ഓതേണ്ടത്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ ലഭിക്കും. സുബ്ഹ് നിസ്കാരശേഷം സൂറത്തു യാസീന്, നമ്മളേതെങ്കിലും ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നിയ്യത്ത് വെച്ചിട്ട് സൂറത്തു യാസീൻ ഓതിയാൽ അള്ളാഹു നമ്മളെ ദുആ സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ളുഹർ നിസ്കാരശേഷം സൂറത്തുൽ ഫത്ത്ഹ്, നമ്മളെ ജീവിതത്തിൽ വിജയം ലഭിക്കാൻ വേണ്ടിയിട്ട് സൂറത്തുൽ ഫത്ത്ഹ് ഓതിയാൽ മതി. അതേപോലെ അസ്ർ നിസ്കാരശേഷം സൂറത്തുർ റഹ്മാൻ, നമ്മളെ ഹെൽത്തിനും വെൽത്തിനും ഒക്കെ പ്രൊട്ടക്ഷനാണ് സൂറത്തുർ റഹ്മാൻ ഓതുന്നത്. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. മഗ്‌രിബ് നിസ്കാരശേഷം സൂറത്തു വാക്കിയ ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നമ്മളെ ലൈഫിലൊരു നിഅമത്തും ബർക്കത്തും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സൂറത്തു വാക്കിയ ഓതിയാൽ മതി. ഇനി ഇതിൽ മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം കറക്റ്റായിട്ട് ഓതിയിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യാം, ഓതിയിട്ടില്ലെങ്കിൽ ക്രോസ് മാർക്ക് ചെയ്യുക. ഇനി പീരീഡ്സ് ആണെങ്കിൽ ഡോട്ടും മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ താഴെ ഞാൻ ഖത്തമുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. നമ്മൾ എല്ലാ ഇസ്ലാമിക് മന്തിലും ഓരോ ഖത്തം ഓതുകയാണെങ്കിൽ അതിനൊക്കെ പ്രത്യേകം ബർക്കത്തുണ്ട്. അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്നതാണ്. ഓരോ വഖത്ത് നിസ്കാരത്തിൻ്റെ ശേഷവും 4 പേജ് വെച്ചിട്ട് ഖുർആൻ ഓതുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരു ജുസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 1 മുതൽ 30 വരെയുള്ള ജുസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഓരോ ജുസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതിൽ നമുക്ക് ടിക്ക് മാർക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും കളേഴ്സൊക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുകയോ ചെയ്യാം. അങ്ങനെ നമ്മൾ 3rd പേജും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് പേജിൽ നമ്മളിനി ഡെയിലി അദ്കാറാണ് എഴുതാൻ പോകുന്നത്. ഈ മാസത്തെ നമ്മൾ പ്ലാനർ ഞാനൊരു പീച്ച് കളറിലാണ്, പീച്ച് തീമിലാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ് എല്ലാം ഈ ഒരു കളറിൽ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ കളർ തീം വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാനറിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഞാനിതാ ഡെയിലി അദ്കാർ എന്ന് എഴുതിയിട്ട് ഒരു ഹെഡിങ്ങൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കോളംസും വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ ഞാൻ മോർണിംഗ് അദ്കാർ എന്നാണ് എഴുതുന്നത്. ഞാൻ ചൊല്ലാറുള്ള മോർണിംഗ് അദ്കാർ ഏതൊക്കെയെന്ന് മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നെക്സ്റ്റ് കോളത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 തവണ ചൊല്ലേണ്ടത് അതാണ് എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത കോളത്തിൽ ഈവനിങ് അദ്കാർ എന്ന് എഴുതിയിട്ടുണ്ട്. ഈവനിങ് അദ്കാർ ചൊല്ലുന്നതിൻ്റെ വീഡിയോയും
ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ലാസ്റ്റ് കോളത്തിൽ സ്വലാത്താണ് എഴുതുന്നത്. സ്വലാത്ത് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ചൊല്ലാം. അതുകൊണ്ട് ഞാനൊരു പ്രത്യേകം എണ്ണൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഡെയിലി അദ്കാറിൽ എഴുതുന്നത്. ഇനി അടുത്തതായിട്ട് ഫാസ്റ്റിംഗ് ആണ് എഴുതുന്നത്. സഫർ മാസത്തിൽ നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് എടുത്തിട്ടുണ്ടോ അത് നമുക്കിതിൽ മാർക്ക് ചെയ്ത് വെക്കാം. തിങ്കളും വ്യാഴമൊക്കെ നോമ്പ് നോക്കാൻ പറ്റുന്നവർ ആ ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കുക. ഇനി ഇതിൻ്റെ സൈഡിൽ ഞാൻ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് വരക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഈ മാസം ലാസ്റ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു, നമുക്ക് ഈ മാസം ഇതിൽ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് ഇബാദത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റാണ് നമുക്ക് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നോട്ട്സിൽ എഴുതി വെക്കാം. പിന്നെ ചെറിയൊരു ഡെക്കറേഷനൊക്കെയാണ്. ഇതും കൂടി ആയാൽ നമ്മൾ ഈ പ്ലാനർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ കുറേ നാളായില്ലേ ഓരോ പ്ലാനേഴ്സ് ചെയ്യുന്നു. നിങ്ങളും ഇത് കണ്ടിട്ട് കുറേ ആളുകൾ പ്ലാനർ റെഡിയാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ലൈഫിൽ വന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റമായിക്കോട്ടെ, എന്തായാലും മതി, അത് നിങ്ങളൊന്ന് കമൻറ്റിൽ ഇടണേ. അത് കാണുന്നവർക്കും കൂടി മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും കുറേ ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട്, നിസ്കാരം കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കമൻസൊക്കെ വായിക്കുമ്പോൾ ഇതുപോലെ പ്ലാനർ ഉണ്ടാക്കാനും കറക്റ്റായിട്ട് നിസ്കരിക്കാനും ഒക്കെ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നിങ്ങളെ കമൻസ് വായിക്കുമ്പോൾ എനിക്കും ഒരു ഹാപ്പിനെസ്സാണ്. നമ്മളിങ്ങനെ പ്ലാനർ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് അത് ഹെൽപ്ഫുള്ളാണെന്നൊക്കെ അറിയുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അതേപോലെ നിങ്ങൾ ഈ മാസം പ്ലാനർ റെഡിയാക്കിയിട്ടുള്ളതിൻ്റെ പിക്സൊക്കെ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനത് പോസ്റ്റ് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാ പേജിലേക്ക് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.